ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ഈവനിങ് റൂട്ടീൻ അല്ല ഈവനിങ് കുക്കിംഗ് വ്ളോഗ് ആയാലോ. നമ്മുടെ നാട്ടിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന കൊള്ളി മുട്ടയും അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അതിൽ എൻ്റെതായ രീതിയിൽ ചെറിയൊരു പൊടിക്കൈ കൂടി അടിത്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമുക്കിന്ന് കുക്കിങ്ങിലേക്ക് കടന്നാലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നത്. ഒരു ഈവനിങ് റൂട്ടീനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി ഈ ഒരു ഐറ്റം ഞങ്ങളിവിടെ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാണ്. ആദ്യം തന്നെ കൊള്ളി അല്ലെങ്കിൽ കപ്പ, നിങ്ങൾ എന്താ വിളിക്കുന്നതെന്ന് വെച്ചാൽ അത് നന്നായി കട്ട് ചെയ്ത് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുക. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി വേണ്ടത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കുനുകുനാന്നരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 4 മുട്ട. ഇൻഗ്രീഡിയൻസ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി അടിച്ചെടുത്ത മുട്ട അതിലിട്ട് ഉപ്പും കുറച്ച് പെപ്പറൊക്കെ ചേർത്ത് നന്നായി അങ്ങോട്ട് കുത്തി പൊരിച്ചെടുക്കാം. ഈ കുത്തി പൊരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രയോഗമാണ് കേട്ടോ. സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് ഉദ്ദേശിച്ചത്. അതും മാറ്റി വെക്കുക. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ച ബാക്കി ഐറ്റംസ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് നന്നായി വഴറ്റാം. ഈ സ്റ്റൗവിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ. ബർണറിന്റെ നടുക്ക് തന്നെ അവരൊരു കമ്പി ഉണന്ന് വെച്ചിരിക്കുക. അത് കാരണമാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ആടുന്നത്. അത് പോട്ടെ, നമുക്ക് എന്തായാലും കഴിച്ചാൽ മതിയല്ലോ. പിന്നെ വഴറ്റി നന്നായി മുരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇത്തിരി ഗരം മസാല പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ്സ് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സീക്രട്ട്, മാഗി ക്യൂബ്. കൊള്ളിയുടെ കൂടെ മാഗി ക്യൂബ്സോ എന്ന് അതിശയിക്കണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഇതില്ലാതെ ഉണ്ടാക്കാട്ടോ, പക്ഷെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണ്. നമ്മുടെ തട്ടുകടയിലൊക്കെ സാധാരണ കൊള്ളി മുട്ടയുടെ കൂടെ കുറച്ച് ഇറച്ചിയുടെ ചാറ് ഇങ്ങനെ മേലെ വയ്ക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോ അതിന് പകരമായിട്ട് ഇതുപോലൊരു മാഗി ക്യൂബ്സ് ചേർത്താൽ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മുട്ട ചേർത്തതിന് ശേഷം ഇതുപോലൊരു സ്റ്റീലിന്റെ ഗ്ലാസ് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് കൊത്തി കൊടുക്കുമ്പോഴാണ് അത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മിക്സ് ആയി കിട്ടുക. ഇങ്ങനെ കൊത്തുമ്പോൾ കുറച്ചൊക്കെ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് പോവും. അത് പുറത്തേക്ക് എടുത്ത് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കൊത്തി കൊടുക്കാം. ഇങ്ങനെ കൊത്തുമ്പോൾ പാത്രം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പാത്രത്തിന്റെ പണി കഴിയും. സ്റ്റീലിന്റെ പാത്രം ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ പാത്രത്തിന്റെ അടിയിൽ അധികം തട്ടാത്ത രീതിയിലാണ് കൊത്തുന്നത്. ഇപ്പൊ നമ്മുടെ കൊള്ളിയും മുട്ടയുടെ റെഡി ആയിട്ടുണ്ട്. കൊള്ളിയുടെ കൂടെ കഴിക്കാൻ കട്ടൻ കാപ്പി ഇല്ലാതെ എങ്ങനെയാ? ഞങ്ങളിവിടെ ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പുക. ഈ ഒരു തണുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു കൊള്ളി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? കൂട്ടത്തിൽ നമ്മുടെ ചുക്ക് കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലുള്ള പൊടിക്കൈയൊക്കെ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്തൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.